ശബരിമല കേസ് ഒരു ഘട്ടത്തിൽ തണുത്ത് പോവുകയായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇലക്ഷനാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഒന്ന് തണുത്തായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ച് വീണ്ടും ഇടപെട്ടു. അതൊന്ന് ചൂടായി. ഇപ്പോൾ വീണ്ടും ഒന്ന് തണുത്തിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം ചൂടാവുകയാണ്. ഇപ്പോൾ പ്രിയസ് പ്രശാന്തിനെ SIT വീണ്ടും, കാരണം ഈ മാസം 28 29 മറ്റോ, അത് ഈ മാസം ലാസ്റ്റിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന്, കൃത്യമായി കൊടുക്കണമെന്ന് ഹൈക്കോടതി ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ പൂർത്തിയാക്കുകയാണ്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. PS പ്രശാന്ത് ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഇരിക്കുന്ന KJ ഉമർ IAS റിട്ടയർഡ് അവരുടെ തൊട്ട് മുമ്പ് ഇരുന്ന ആളാണ് PS പ്രശാന്ത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കാലുമാറിപ്പോയി. അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തൊരു പോസ്റ്റ് കൂടെയാണത് PS പ്രശാന്തിന് കിട്ടിയത്. PS പ്രശാന്ത് വളരെ വലിയ തോതിലാണ് ഇത് ചെയ്യുന്നത്. അതായത് കൃത്യമായി ഒരു കേസിൽ പെട്ടിരിക്കുന്നു. അതായത് കൊള്ളയിൽ, സ്വർണ്ണക്കൊള്ളയിൽ പട്ടളപ്പാളി ഇളക്കി മാറ്റുന്നതായാലും, വാതിൽപ്പടി കൊണ്ടുപോകുന്നതായാലും, അതുപോലെ വാതിലുകളായാലും, വാജീവാഹനത്തിൻ്റെ കഥയും, ഒരുപാട് കഥകളുണ്ട് ശബരിമലയായി ബന്ധപ്പെടുത്തി. ഈ കഥകളിൽ PS പ്രശാന്ത് പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷവും നമ്മുടെ ഇദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തെന്നും, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും, അങ്ങനെ വലിയ ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി PS പ്രശാന്തിനുമുള്ളതെന്നും, കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള ആളുകൾക്ക് നേരത്തെ ബന്ധമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ പക്ഷേ ഇതുവരെ ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതിനപ്പുറം അറസ്റ്റിലേക്കൊന്നും പോയിട്ടില്ല. എന്നാൽ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ശബരിമല കേസ് വീണ്ടും ഉയർന്നു വരികയാണ്. ഈ മാസം അവസാനത്തോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ചടുലമായ രീതിയിലാണ് SIT ശക്തമായി പ്രവർത്തിക്കുന്നത്. എന്തായാലും PS പ്രശാന്തിൻ്റെ കാര്യം ഗോവിന്ദയാവുന്നു. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടാൻ സാധ്യതയില്ല. അത് കോടതിയിലേക്ക് പോകേണ്ടി വരും. പിന്നെ റിമാൻഡിലേക്ക് മാറും. അത് 90 ദിവസം കഴിഞ്ഞ് ഇറങ്ങും, അത് വേറെ കഥ. അല്ലാതെ അതിനു മുമ്പേ കുറ്റപത്രം കൊടുക്കുമ്പോൾ, എന്തായാലും അതിനു മുമ്പേ കുറ്റപത്രം കൊടുക്കാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ്റിലേക്കല്ല, കോടതിയിലേക്ക്. ആ കുറ്റപത്രം കൊടുക്കുമ്പോൾ അതിൽ PS പ്രശാന്തിൻ്റെ പേര് കൃത്യമായി ഉണ്ടോ എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ്. PS പ്രശാന്തിനെ പോലെ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേരും കൃത്യമായി കേൾക്കുന്നുണ്ട്. സുരേന്ദ്രൻ ഇതിലൊത്ത് പങ്കുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ശബരിമല കേസ് പുതിയ മാനങ്ങളിലേക്ക് തീരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒത്തിരി പേരെ നേരത്തെ ഉള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി PS പ്രശാന്ത് രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഞാനൊന്ന് പറഞ്ഞില്ലേ, രാമനാരായണ എല്ലാം ഞാൻ ശരിയാണ് ചെയ്തതെന്ന് പറഞ്ഞ് പ്രശാന്ത് രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ PS പ്രശാന്തിനെ അറസ്റ്റിലേക്ക് നീങ്ങുന്നു. ഇനി ബാക്കി ആരൊക്കെയാണ് അറസ്റ്റിൽ വരിക എന്ന് നമുക്കറിയില്ല. എന്തായാലും PS പ്രശാന്തും അറസ്റ്റിലേക്ക് പോവുകയാണ്. വളരെ ശുദ്ധനാണെന്നും തൻ്റെ കൈകൾ ശുദ്ധമാണെന്നും ആഗോള സംഗമമൊക്കെ നടത്തി ഞാൻ വളരെ പരമഭക്തനാണെന്നൊക്കെ വരുത്തി തീർത്തെങ്കിലും, പിണറായിയുടെ ഗുഡ് ബുക്കിലൊക്കെ കയറി പറ്റിയെങ്കിലും, വാസവൻ്റെ ഓടൊപ്പം നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ശബരിമല ആഗോള സംഗമമൊക്കെ നടത്തിയെങ്കിലും പ്രശാന്ത് കപ്പലിലെ കള്ളനാണ് എന്ന് SIT തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ പോറ്റിമാരെ ഇപ്പോൾ പലരെയും പിടിച്ചിട്ടുണ്ട്, തന്ത്രിയെ പിടിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ പിടിച്ചിരുന്നു SIT. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. ആ വിവരങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ, അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ്റെ വിവരമുണ്ട്, N വാസുണ്ട്, പിന്നെ മരിച്ചുപോയ ഒരാളുണ്ട്, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അവരിൽ നിന്നെല്ലാം വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നമ്മുടെ PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ വിളിച്ച് ചോദ്യം ചെയ്യലല്ല, അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ ഒരു വിക്കറ്റ് കൂടി വീഴുന്നു. PS പ്രശാന്ത് അറസ്റ്റിൽ.